ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കേരളത്തിലെ ബീവറേജുകളിലും മിലിട്ടറി ക്യാൻറ്റീനുകളിലും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു പ്രീമിയർ വിസ്കി. ക്വാളിറ്റി നിലനിർത്തുന്നതിനായി 2 വിദേശ രാജ്യങ്ങളിലെ കമ്പനിയുമായി സഹകരിച്ച് മദ്യം നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി. 2ാം ലോക മഹായുദ്ധകാലത്ത് ഭാരതത്തിൽ മദ്യത്തിൻ്റെ ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ തുടക്കം കുറിച്ച ഒരു മദ്യ കമ്പനി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിക്കോൺ ഹൗസ് നിർമ്മിക്കുന്ന ബ്ലാക്ക് ആൻഡ് ഗോൾഡ് പ്രീമിയർ വിസ്കിയെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമേ പറയട്ടെ, അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിക്കോളാസ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എന്ന് എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കരുതും ഇത് തലമുറകളുടെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു യൂറോപ്യൻ മദ്യമാണ് എന്ന്. എന്നാൽ ഇത് ഇവരുടെ ഒരു കച്ചവട തന്ത്രം മാത്രമാണ്. നാഷണൽ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് മനോഹരമായ ഒരു കച്ചവട തന്ത്ര രീതിയിൽ നൽകിയിരിക്കുന്നത്. 1942 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഭാരതത്തിലേക്ക് മദ്യ ഇറക്കുമതി കുറഞ്ഞു വന്നപ്പോൾ തുടങ്ങപ്പെട്ട കമ്പനികളിൽ ഒന്നാണ് ഇത്. സേത്ത് റാംജി ദാസ് ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ തുടങ്ങിയ ഒരു ചെറിയ കമ്പനിയാണ് ഇത്. പിന്നീട് കമ്പനി വളർന്നു വന്നപ്പോൾ അതിൻ്റെ ആസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയും സൈന്യത്തിനുള്ള മദ്യവിതരണവും പൊതുവിപണിയും ലക്ഷ്യമാക്കി 1943-44 കാലഘട്ടങ്ങളിൽ ഉത്തർപ്രദേശിലെ രാജാക്ക സഹസ്പൂരിലേക്ക് കമ്പനിയെ വ്യാപിപ്പിക്കുകയും അജുദ്യ ഡിസ്റ്റിലറി എന്ന് പേരു നൽകുകയും ചെയ്യുന്നു. പിന്നീട് മറ്റ് കമ്പനികളുമായി ചേർന്ന് നിക്കോൾ ഹൗസ് എന്ന് പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കമ്പനിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ, അതായത് 2004 കൂടിയാണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് പ്രീമിയർ വിസ്കിയുടെ കടന്നുവരവ്. ഇതിനായി സ്കോട്ട്ലൻഡിലെ ഇയാൻ മാക്ലോഡ് എന്ന കമ്പനിയുമായി ചേർന്ന് സ്കോച്ച് മാൾട്ട് വിസ്കികൾ ഇറക്കുമതി ചെയ്തും ഇന്ത്യൻ ഗ്രെയിൻ വിസ്കികളും ചേർത്ത് ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്ത് കാലപ്പഴക്കത്തിനായി ഓക്കു ബാരലിൽ സൂക്ഷിച്ച് നിർമ്മിക്കുന്ന ഒരു പ്രീമിയർ വിസ്കിയാണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് പ്രീമിയർ വിസ്കി. നിക്കോൾ ഹൗസിൻ്റെ മറ്റൊരു പ്രീമിയർ വേരിയൻ്റാണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് VSOP ബ്രാൻഡി. ഇതിനായി ഒരു ഫ്രഞ്ച് കമ്പനിയുമായി സഹകരിച്ചാണ് ഇവർ VSOP ബ്രാൻഡി നിർമ്മിക്കുന്നത്. ഇത് എല്ലാം തന്നെ ബോട്ടിലിന് മുകളിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എ ഫൈൻ ബ്ലെൻഡ് ഓഫ് സ്കോച്ച് മാൾട്ട് ആൻഡ് ഇന്ത്യൻ ഗ്രെയിൻ വിസ്കി എന്ന് ബോട്ടിലിന് മുകളിൽ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാവുന്നതാണ്. ഇത് ഒരു പ്രീമിയർ വിസ്കി എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല.
ഒരു പ്രീമിയർ വിസ്കി കുടിക്കുമ്പോൾ ലഭിക്കുന്ന ഫീലോ ടേസ്റ്റോ ലഹരിയോ എനിക്കിതിൽ അനുഭവപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, കുടിച്ചതിന് ശേഷം തലവേദനയും നല്ല ഹാങ് ഓവറും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു വില കുറച്ച് ലഭിക്കുന്ന പ്രീമിയർ മദ്യം എന്ന നിലയിൽ സാധാരണക്കാർക്കും സ്ഥിരം മദ്യപാനികൾക്കും തങ്ങൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ചുള്ള മൂല്യം ഇതിൽ ലഭിക്കുന്നുണ്ട് എന്ന് മാത്രം തൽക്കാലം നമുക്ക് കരുതാം. ഇത്രയും വിലക്കുറവുള്ള മറ്റൊരു പ്രീമിയർ മദ്യം ഉണ്ടോ എന്ന് സംശയമാണ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് വിസ്കിയും ബ്രാൻഡിയും യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്ര പ്രചാരത്തിൽ ഇല്ലെങ്കിലും ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ട മദ്യങ്ങളിൽ ഒന്നാണ് ഇത്. കേരളത്തിലെ ബീവറേജുകളിലും മിലിറ്ററി ക്യാൻറ്റീനുകളിലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബ്രാൻഡാണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. മാത്രവുമല്ല, കേരളത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മദ്യങ്ങളിൽ പ്രധാനവും ഇതുതന്നെയാണ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡ് വിസ്കി ഒരു കാരണവശാലും വെള്ളമൊഴിക്കാതെ കുടിക്കരുത്. സ്പിരിറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ അനുഭവപ്പെടുന്നതുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിലോ ബോട്ടിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷമോ കോലയോ സ്പ്രൈറ്റോ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നതല്ല. വാനിലയുടെയും കാരമല്ലിൻ്റെയും കറുവപ്പട്ടയുടെയും ടേസ്റ്റ് ചെറിയ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുമെങ്കിലും കൂടുതലും സ്പിരിറ്റിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് തോന്നാം. ഇനി ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് എടുത്താൽ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന മദ്യത്തിന് 42.8ഉം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നവ 40%മാണ്. ഇനി ഇത് ലഭിക്കുന്ന ബോട്ടിലുകളാവട്ടെ 1 ലിറ്റർ, 750 ml, 375 ml, 180, 90 എന്നിങ്ങനെ വിവിധ ബോട്ടിലുകളിലും ലഭിക്കുന്നതാണ്. നിക്കോൾ ഹൗസിൻ്റെ ഡിസ്റ്റിലറികൾ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തുമായി വ്യാപിച്ചു കിടക്കുകയാണ്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ദക്ഷിണേന്ത്യയിൽ ഗോവയിലും ഇവർക്ക് ഡിസ്റ്റിലറി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലേക്കാവശ്യമായ മദ്യങ്ങൾ വരുന്നത് ഗോവയിൽ നിന്നാവാനാണ് സാധ്യത. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് തുടങ്ങി ഉത്തർപ്രദേശിലൂടെ ഒരു ചെറിയ കമ്പനിയായി വളർന്ന് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നിക്കോൾ ഹൗസിന് ഏകദേശം 80 വർഷത്തെ പഴക്കമുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിക്കോൾ ഹൗസ് നിർമ്മിക്കുന്ന ബ്ലാക്ക് ആൻഡ് ഗോൾഡ് വിസ്കിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം.